CPIM-നെതിരെ RSP ലെനിനിസ്റ്റ് കാലങ്ങളായി ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ടും പരിഗണന ലഭിച്ചില്ലെന്നും CPIM വഞ്ചിച്ചുവെന്നും ആണ് പരാതി. ഔദ്യോഗികമായി LDF-ൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട RSP ലെനിനിസ്റ്റ് നേതാക്കൾ നാളെ മുഖ്യമന്ത്രിയെ കാണും. ഇതിനേക്കാൾ ഇടതുപക്ഷ ഒരു ചെങ്കൊടി പിടിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങൾ. CPM CPIM കഴിഞ്ഞ് കഴിഞ്ഞാൽ RSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലാകമാനം ഒരുമിച്ച് നിൽക്കുന്നത്. യാതൊരു ഇടതുപക്ഷ മുന്നണിയിൽ അല്ലെങ്കിൽ ചെങ്കൊടിയുമായിട്ടോ ഇടത് ആശയങ്ങളായിട്ടോ ബന്ധമില്ലാത്തവർക്ക് പോലും വാരിക്കോരി കൊടുക്കുമ്പോൾ ആ ഘടന ഉള്ള ഒരു പാർട്ടിക്ക് യാതൊരു അംഗീകാരം കൊടുക്കാതെ മുന്നോട്ട് പോകാൻ എത്ര നാൾ ഇതിനകത്ത് പ്രവർത്തകരെ പിടിച്ചിർത്താൻ കഴിയും? CPIM-നോടും ഇടതുമുന്നണി നേതൃത്വത്തോടുമാണ് RSP ലെനിനിസ്റ്റ് നേതാക്കളുടെ ഈ ചോദ്യങ്ങൾ. ഇടതുപക്ഷത്തിനൊപ്പം നിന്നിട്ട് ആകെ കിട്ടിയത് കുന്നത്തൂർ സീറ്റ്. അത് MLA-യുടെ സ്വീകാര്യത കണക്കിലെടുത്ത് മാത്രമാണ്. ചെങ്കൊടി പിടിക്കുന്ന തങ്ങൾക്ക് മുന്നണിയിൽ പോലും സംസാരിക്കാൻ അനുവാദമില്ല. 5 തവണ കുന്നത്തൂരിൽ നിന്ന് വിജയിച്ച MLA ആയ കോവൂർ കുഞ്ഞുമോന് അർഹമായ പരിഗണന നൽകിയില്ല. മന്ത്രിസഭാ പുനഃസംഘടനാ ഘട്ടത്തിലും പറഞ്ഞു പറ്റിച്ചു. ഇടതുമുന്നണിക്കൊപ്പം നിന്ന RSP ലെനിനിസ്റ്റിനെ CPIM ചതിച്ചുവെന്നാണ് നേതാക്കളുടെ പരാതി. വഞ്ചിക്കുകയാണെന്ന് വേണം പദപ്രയോഗം ചേർക്കണമെന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 9 വർഷമായി RSP ലെനിനിസ്റ്റിനെ വഞ്ചിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിച്ചേർത്തു. മുന്നണി പ്രവേശനം എത്രയും വേഗം വേണമെന്നാണ് പ്രധാന ആവശ്യം. അർഹമായ മന്ത്രിസ്ഥാനം ലഭിക്കണം. അവസാന ഘട്ടമെന്ന നിലയിൽ നാളെ മുഖ്യമന്ത്രിയെയും മുന്നണി കൺവീനറെയും നേരിൽ കണ്ട് വിഷയം ഉന്നയിക്കുമെന്നും RSP ലെനിനിസ്റ്റ് നേതാക്കൾ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ കമ്മിറ്റി കൂടി ആലോചിക്കും. മുന്നണി കൺവീനറെയും മുഖ്യമന്ത്രിയെയും അവസാനമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെയും മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്തുയരുന്നില്ലെന്ന് RSP ലെനിനിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. ക്ഷേമ പെൻഷനുകളിലെ കുടിശ്ശികയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചതും സപ്ലൈകോ അടക്കമുള്ള പൊതുവിതരണ സംവിധാനത്തിലെ ഗുരുതര വീഴ്ചകളും ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയെന്നും മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ നിരാശാജനകമെന്നും RSP ലെനിനിസ്റ്റ് നേതാക്കൾ ആരോപിച്ചു. നവകേരള സദസ്സ് ഇടതുമുന്നണിക്കും സർക്കാരിനും ഏറെ ഗുണകരമായെങ്കിലും ലഭിച്ച അപേക്ഷകളുമേൽ നടപടിയെടുക്കാൻ വൈകിയത് ദോഷകരമായി ബാധിച്ചുവെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. 24 കൊല്ലം.